മുമ്പ് കാലങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഉമ്മാനോടും ബാപ്പാനോടും ഇന്ന വഴിക്കാണ് പോകണമെന്ന് പറയാറുണ്ട്. ഇന്ന് അതില്ല. നമ്മൾ പോണ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളോട് ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ മക്കൾ പോകുന്ന കാര്യങ്ങൾ റഹ്മാൻ റബ്ബ് അത് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ അവർ ദുആ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ ദുആ വലിയൊരു നേട്ടങ്ങളാണ്. നമ്മുടെ ഉമ്മയും ബാപ്പയും ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞത് അനുസരിക്കുക. ഉമ്മയും ബാപ്പയും ഉസ്താദുമാരും അതുപോലെ വയസ്സന്മാരും പറയുന്നത് അനുസരിക്കുക എന്നുള്ള ഒരു പഠനം മാത്രമേ ഞങ്ങളിലുള്ളൂ. പിന്താങ്ങലാണ് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഉസ്താദുമാർ, നമ്മളെ പഠിപ്പിച്ച മാഷുമാർ, അതുപോലെ നമ്മൾ ബഹുമാനിക്കുന്ന വയസ്സന്മാർ, നമ്മൾ ബഹുമാനിക്കുന്ന എല്ലാം അവരെ ഒരു വാക്കുകളാണ്. അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ ഉമ്മയും ബാപ്പയോട് നമ്മൾ ഇന്ന വഴിക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ മേഖലകളൊക്കെ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന വയസ്സായ ഉമ്മയും ബാപ്പയും ഞാൻ എൻ്റെതായ പ്രായത്തിനുള്ള ആൾക്കാർ ഞാൻ പറയുന്ന വാക്കുകൾക്ക് അവർക്ക് അനുഭവങ്ങളും അതുപോലെ അന്വസ്തന്മാർക്ക് ഈ വീഡിയോ വായിക്കോളൂ. എന്തുകൊണ്ട് ഇന്ന് മുമ്പ് കാലങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഉമ്മാനോടും ബാപ്പാനോടും ഇന്ന വഴിക്കാണ് പോകണമെന്ന് പറയാറുണ്ട്. ഇന്ന് അതില്ല. അതുപോലെ അത് പറഞ്ഞു പോയി കഴിയുമ്പോൾ അവരിൽ നിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മൾ പോണ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളോട് ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ മക്കൾ പോകുന്ന കാര്യങ്ങളും റഹ്മാൻ റബ്ബ് അത് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ അവർ ദുആ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആ ദുആ വലിയൊരു നേട്ടങ്ങളാണ്. ഇന്ന് കാലങ്ങൾക്ക് നമുക്ക് ഇവിടെ എല്ലാം നമ്മൾക്ക് എല്ലാവിധ കാര്യങ്ങളും നമ്മൾ സ്വന്തമായി പ്രവർത്തിക്കാൻ നമുക്ക് അറിവുകൾ ധാരാളമായി ഓരോരുത്തരും പഠിച്ചു. ആ അറിവിൽ കൂടെ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്. ഈ അറിവ് കൊണ്ട് ഏതാനും സ്വന്തം വ്യാഖ്യാനം കൊണ്ട് നമ്മളെ സ്വന്തം അധ്വാനം വ്യാഖ്യാനം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ ചെയ്യുന്ന എല്ലാത്തിലും പറയുന്നതിലും ചെയ്യുന്നതിലും എല്ലാ പ്രവർത്തനത്തിലും ഈ ഒരു പിന്താങ്ങാൻ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലുകളാണെങ്കിലും അത് നമ്മൾക്ക് പിന്താങ്ങലാണ്. ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഉസ്താദുമാർ, നമ്മളെ പഠിപ്പിച്ച മാഷുമാർ, അതുപോലെ നമ്മൾ ബഹുമാനിക്കുന്ന വയസ്സന്മാർ,
നമ്മൾ ബഹുമാനിക്കുന്ന എല്ലാം അവരെ ഒരു വാക്കുകളാണ്. അറിഞ്ഞുകൊണ്ടാണ് നമ്മളെ ഉമ്മയും ബാപ്പിനോട് നമ്മൾ ഇന്ന വഴിക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ മേഖലകളൊക്കെ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ച് ജീവിക്കുന്ന വയസ്സായ ഉമ്മയും ബാപ്പി എന്നിട്ടാണ് പോണോ അല്ലെ പോയിട്ട് വാ അല്ലെ പോണ്ട എന്നിങ്ങനെ രണ്ടും വരും. അപ്പോൾ അനുമതി കിട്ടിയിട്ട് പോണതും അനുമതി കിട്ടാതെ പോകുന്നതും രണ്ടും രണ്ട് തരത്തിലായിട്ടാണ് വരിക. പിന്നെന്താ ഇവിടെ നമ്മൾ ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് അജ്മീർ ഫക്കീർ വീരാൻ വലിയുള്ളാഹി മഹാൻ അവറുകൾ ഇവിടെ അന്തിയുറങ്ങുന്ന കാലം ഇവിടെ ആദ്യത്തെ മേഖലകൾ ഉപ്പാപ്പായാത്ത് കാലത്തിരിക്കുമ്പോൾ എങ്ങനെ വിദ്യാഭ്യാസങ്ങളും അതുപോലെ മതബോധങ്ങളും അതുപോലെ നമുക്ക് അനുസരണങ്ങളും എല്ലാവരുടെ ബുദ്ധികളും ഇന്ന് എല്ലാം തിരിഞ്ഞ് ആണും പെണ്ണും തിരിഞ്ഞുകൊണ്ട് ഉള്ള കാലഘട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കാലങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിക്കാനോ അതിനുള്ള സ്ഥാപനങ്ങളില്ല. ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞത് അനുസരിക്കുക. ഉമ്മയും ബാപ്പയും ഉസ്താദുമാരും അതുപോലെ വയസ്സന്മാരും പറയുന്നത് അനുസരിക്കുക എന്നുള്ള ഒരു പഠനം മാത്രമേ ഞങ്ങളുടേതുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഇൽമും വിദ്യാഭ്യാസങ്ങളും ഒന്നും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ പറയുന്ന വാക്കുകളാണ് ഞങ്ങളുടെ പഠനം. ആ അനുസരണമാണ് ഞങ്ങളുടെ ജീവിതം. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാവർക്കും ഇപ്പോഴുള്ള ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങളും അവർക്ക് വേണ്ട എല്ലാം ഇന്ന് അവരെ ഉമ്മയും ബാപ്പയും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തും ചെയ്യണമെന്നും അങ്ങനെ പോകണമെന്നും ഒക്കെ വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ട്. ആ കാലഘട്ടങ്ങളാണ് ഇപ്പോൾ. ഇവിടെ ഈ അമ്പംകുന്നിൽ വീരാനൊഴിയ മഹാനവറുകൾ അന്തിയുറങ്ങുന്ന സ്ഥലമാണ്. അദ്ദേഹം അന്തിയുറക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷമേ കാണാനാണ് ഒരാൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ ആദ്യം പറയാം, നിങ്ങൾ ചായ കുടിച്ചിക്കണോ ചോറ് കഴിച്ചിക്കണോ എന്നാണ് ഉപ്പാപ്പ ആദ്യം ചോദിക്കുക. അപ്പോൾ ഉപ്പാപ്പ കഞ്ഞി കൊടുക്കി ചോറ് കൊടുക്കി കഞ്ഞി കൊടുക്കുന്നത് കഞ്ഞി കൊടുക്കുകയും ചോറ് കൊടുക്കുകയും എന്നാണ് പറയൽ. ആ ഒരു വാക്കിൻ്റെ ഒരു വില മഹാനായ ഉപ്പാപ്പോടെ അന്തിയുറങ്ങിയപ്പോൾ ഇപ്പം എന്തായി? ഇതിൻ്റെ ഉപ്പാപ്പ കിടക്കുന്ന നാലാ ഭാഗങ്ങളും
ഇവിടെ കഞ്ഞി ചോറും ഇതിന് യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ നടന്നുകൊണ്ടിരിക്കുക.